ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലത്തിന് ശേഷം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയുടെ ടെസ്റ്റിംഗ് ഇമേജ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് ഏതാ വണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ലായിരിക്കും. കാരണം ക്യാമഫ്ലാജൊക്കെ കുറച്ച് ബന്ധമുള്ള സംഭവങ്ങളാണ്. പുതിയ പ്രസാദ് ബലേനോ ഇതിൻ്റെയൊക്കെ ഏകദേശം സിമിലർ പാറ്റേണിലുള്ള ക്യാമഫ്ലാജാണ് മാരുതിയാണ് ഈ ടൈപ്പ് ക്യാമഫ്ലാജ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ പുതിയ മാരുതി സുസുക്കിയുടെ അപ്കമിങ് ഇലക്ട്രിക് വാഹനമാണ്. നമ്മൾ ഈ വിറ്റാര കണ്ടു. ഈ വിറ്റാര ആയിരുന്നു അവരുടെ ആദ്യത്തെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഇലക്ട്രിക് വാഹനം. ആദ്യത്തെ ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് മുന്നേ ഒരു വാഗണർ കുറേ വണ്ടിയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രം. ഈ വണ്ടി അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു അതായത് മൾട്ടിപർപ്പസ് വെഹിക്കിളാണിത്. നമ്മുടെ ഒരു MPV കാറ്റഗറിയിൽ വരാൻ പോകുന്ന ഇലക്ട്രിക് വാഹനമാണ്. ഇതിൻ്റെ റൈവൽസ് എന്ന് പറയുന്നത് നമ്മുടെ കിയയുടെ കാരൻസ് ക്ലാവ് CV ഉണ്ടാവും, BYDയുടെ EMAX 7 ഉണ്ടാവും, പിന്നെ മഹീന്ദ്രയുടെ XUV9S അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ അപ്കമിങ് ഏതെങ്കിലും സാംസങ് ഇലക്ട്രിക് വാഹനങ്ങൾ വേറെ വരുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വിൻഫാസ്റ്റിൻ്റെ വേറെ സാധനം ഉണ്ടല്ലോ, VF MPV7, ആ വണ്ടിയും വേണമെങ്കിൽ പറയാം. അത് പിന്നെ എത്ര സെയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഫ്രണ്ടിൽ നമുക്ക് മാരുതിയുടെ വണ്ടികളിൽ നോർമലി കാണാത്ത ടൈപ്പിലുള്ള ഒരു ഡിസൈനാണ്. താഴത്തേക്കൊക്കെ ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ വരുന്നുണ്ട്. കുറച്ചൊക്കെ വിക്ടോർസിന് സിമിലാരിറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ എന്നാലും ഭയങ്കര ഒരു സിമിലാരിറ്റി എന്നൊന്നും പറയാനില്ല. പിന്നെ നടുവിൽ നമുക്ക് ഫ്രണ്ടിൽ എഡാസിൻ്റെ ഒരു സെൻസർ റഡാർ അവർ വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ലെവൽ 2+ എഡാസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. ആൻഡ് ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഡിസൈൻ നമ്മളിപ്പോൾ ക്യാമഫ്ലാജിലാണ് കാണുന്നത്, പക്ഷേ ലൈറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു യൂണിക് ഡിസൈൻ ആയിട്ടുണ്ട്. പക്ഷേ അതല്ല എന്നെ ഞെട്ടിച്ച് ഈ വാഹനത്തിൻ്റെ സൈസാണ്. ഇത് കാണുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് ബാക്കിലേക്കൊക്കെ വരുമ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വലിയ വീൽസാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിട്ട് എന്തായാലും മിനിമം 17 ഇഞ്ചെങ്കിലും തോന്നുന്നുണ്ട്. ചിലപ്പോൾ 18 ഇഞ്ച് ആവും. ഈ വണ്ടിക്ക് മൊത്തത്തിൽ ഈ ഒരു സൈസ് കാണുമ്പോൾ, അതായത് ഈ ഒരു ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സൈസ് തോന്നുന്നുണ്ടാവുമല്ലോ. ഡോറൊക്കെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ബാക്കിലേക്ക് വരുന്നൊരു ക്വാർട്ടർ ഗ്ലാസ്, അതൊക്കെ ഒരു നോർമൽ സൈസാണ്. പക്ഷേ അത്യാവശ്യം ലെങ്ത് ഒരു 4.5 മീറ്റേഴ്സിനടുത്തെങ്കിലും ഈ വാഹനത്തിന് മിനിമം ലെങ്ത് ഉണ്ടാവേണ്ടതാണ്. അതായത് എട്ടിക്കാളുമൊക്കെ നമുക്ക് ഈ വാഹനത്തിന് കുറച്ചും കൂടെ നീളം എക്സ്പെക്ട് ചെയ്യാം. ORVMസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഈ വിറ്റാരിലൊക്കെ കണ്ടാലെങ്കിൽ നോർമലി മാരുതിയുടെ വണ്ടികളിലുള്ള പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഡോർ ഹാൻഡിൽസ് സെയിം ആണ്. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ടെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് നോർമലി ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്. അതായത് എടുക്കുക, പിടിക്കുക, വലിച്ച് തുറക്കുക. ഇനിയിപ്പോൾ ഇലക്ട്രിക് റിട്രാക്റ്റിങ്ങും കൂടെ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാകും. അത് പിന്നെ ഉള്ള വണ്ടികളിൽ തന്നെ ടോപ്പ് എൻഡിലൊക്കെയാണ് അവർ കൊടുക്കാറുള്ളൂ. റിയർ ഡിസൈൻ ആണെങ്കിൽ പോലും നല്ലൊരു പക്ക ബോക്സ് പോലത്തെ ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. എവിടേക്കോ എനിക്ക് XL6 എർട്ടിഗയുടെയൊക്കെ ഡിസൈൻ ഓർമ്മ വരുന്ന പോലെ തോന്നി, പക്ഷേ എന്നാലും അതിലും കുറച്ചും കൂടെ ബോക്സി ആയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വലുപ്പമുണ്ട്. 3 SUV ഓർ 3 MPV ആയതുകൊണ്ട് തന്നെ ബാക്കിൽ കുറച്ച് അവർ ഹൈറ്റ് കൂട്ടാൻ, അതായത് ഹെഡ് റൂം കൂട്ടാനായിട്ട് ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തും വീലാർ സ്ലൈഡിങ്ങും സംഭവങ്ങളൊക്കെ റൺ ചെയ്യുന്നതായിട്ട് കാണാം. കാരണം താഴത്ത് ബമ്പർ കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള പുതിയൊരു SUV തന്നെയാണ്. SUV ഇടയ്ക്കിടയ്ക്ക് SUV എന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഒരു SUV ആയിട്ട് തന്നെ ഇറക്കുള്ളൂ. MPV ആയിട്ടാണ് അവർ പണ്ട് അനൗൺസ് ചെയ്തത്. ഇത് നമ്മുടെ ഈ വിറ്റാരുടെ കൂടെ തന്നെ അനൗൺസ് ചെയ്ത വണ്ടിയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷമാണ് അവർ ഈ വണ്ടി പറയുന്നത്. അന്ന് നമുക്ക് ഇങ്ങനൊരു വണ്ടി വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. MPV ആയിരിക്കും എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ എന്തായിരിക്കും ഇത് വരുന്നത്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പരിപാടികൾ, ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് റെൻഡേഴ്സ് മാത്രം അപ്പോൾ ജസ്റ്റ് നോർമലായിട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ ഇരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഇത് നമുക്ക് ഈ വിറ്റയുടെ സെയിം ഹാർടെക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കുറച്ചും കൂടെ സൈസ് കൂടുതലാണെങ്കിലും ബാറ്ററി പവർ ട്രെയിൻ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അതായത് 49 kWh ബാറ്ററി പാക്കും 61 kWh ബാറ്ററി പാക്കും. ഇതിപ്പോൾ പറയുമ്പം ഇത് കുറച്ച് കുറവല്ലേ നമ്മുടെ XUV9S അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ബാറ്ററി സൈസ് കൂടുതലാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കും. പക്ഷേ വലിയ കുഴപ്പമില്ല. കിയയുടെ ക്ലാവ് CV ഒക്കെ ആണെങ്കിലും 42 kWh അതുപോലെ 51.4 kWh ഒക്കെയാണ് വരുന്നത്. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സ്റ്റിൽ ബാറ്ററി കപ്പാസിറ്റി കൂടുതലായിരിക്കും. ആൻഡ് ഈ വിറ്റാരയുടെ റിയൽ ലൈഫ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 49 kWh ബാറ്ററി പാക്കുള്ള വണ്ടിക്ക് ഏകദേശം ഒരു 350 to 380 അടുത്തൊക്കെ ആയിട്ട് റേഞ്ച് കിട്ടുന്നുണ്ട്. ആൻഡ് 61 kWh ബാറ്ററി പാക്കുള്ള വണ്ടിക്ക് 400 മുകളിലൊക്കെ സുഖമായിട്ട് റേഞ്ച് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്തും ഓൾമോസ്റ്റ് ആ റേഞ്ചൊക്കെ തന്നെ കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ പവർ ഫിഗേഴ്സ് ആണെങ്കിലും നമുക്ക് മറ്റേതിൽ 140 HP പിന്നെ 170 HP ഒക്കെയാണ് വരുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷനാണ് കിട്ടുന്നത്. ഈ വണ്ടി ഇനിയിപ്പോൾ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടായിരിക്കും ഇറക്കുക, ഓൾ വീൽ ഡ്രൈവ് ആയിട്ടായിരിക്കും ഇറക്കുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. കിയയുടെ ക്ലാവ് CV ഏതായാലും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. പക്ഷേ മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികൾ നിങ്ങൾക്ക് അറിയാലോ, അതെല്ലാം റിയർ വീൽ ഡ്രൈവ് ആണ്. XUV9S ആയാലും ഇനിയിപ്പോൾ 9 V6 എന്തെടുത്താലും റിയർ വീൽ ഡ്രൈവ് ആണല്ലോ. ഇതിൻ്റെ അകത്ത് അവർ ശരിക്കും ഇന്റർനാഷണൽ ഓൾ വീൽ ഡ്രൈവ് നമ്മുടെ ഈ വിറ്റാരിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വിറ്റാരിൽ മാത്രമല്ല നമ്മുടെ അർബൻ ക്രൂസർ ഇബെല്ലയിലായാലും ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. 181 HP 300 Nm ടോർക്കൊക്കെ ഉള്ള ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ്. അത് അത്യാവശ്യം പവർഫുൾ ആയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ എന്തായാലും അവരത് ഒഴിവാക്കി കൊടുക്കണ്ടെന്ന് വിചാരിച്ചു.
വളരെ നന്നായി. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ കേസിൽ നമുക്ക് നോക്കാം. പിന്നെ ഇത് ഈ വണ്ടി, അതായത് ഈ പറഞ്ഞ വണ്ടി തന്നെയാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എക്സോസ്റ്റ് പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടെയിൽ പൈപ്പ് ഒന്നും കാണാൻ പറ്റില്ല. സോ ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ ഏതായാലും സംശയമൊന്നും വേണ്ട. ഇലക്ട്രിക് വണ്ടി തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അവർ ഇതിന് മുന്നേ 2 വണ്ടികളായിരുന്നു അനൗൺസ് ചെയ്തിരുന്നത്, YMCയും അതുപോലെ നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിറ്റാരയും. സോ അതിലൊരു വണ്ടിയായിട്ടായിരിക്കണം എന്നുള്ളൊരു ഇതിനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഈ വണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല. കാരണം ജസ്റ്റ് ഇപ്പോൾ ഈ അടുത്താണ് അവരിത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഇന്ത്യയിലാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. വേറെ എവിടെ വണ്ടി ടെസ്റ്റിംഗ് കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ ഈ YMC എന്ന് പറയുന്നതാണെങ്കിലും ഈ വാഹനത്തിൻ്റെ ഇൻറ്റേർണൽ കോഡ് നെയിമാണ്. ഇതും ഈ വിറ്റാര പോലെ തന്നെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് മൊത്തത്തിൽ വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി തന്നെ ആയിരിക്കണം അവർക്ക്. യൂറോപ്പിലൊക്കെ ഈ വിറ്റാരയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിലുണ്ട്. നമുക്ക് ഇവിടെ വരുന്നതിന് ഏകദേശം ഒരു 5-6 മാസം മുന്നേ ഒരു യൂറോപ്പിലേക്ക് ഈ വണ്ടി ഇറക്കിയതുമായിരുന്നു. ഇവിടെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് അയക്കുന്നത്. സോ അതാണ് ഈ വണ്ടിയുടെ കേസ്. ഇതിനെപ്പറ്റി ഇനി കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്താണ് തോന്നുന്നത്, ഇതിൻ്റെ സൈസ് അതുപോലെ ഓവറോൾ ഒരു ലുക്ക് വൈസ്, ഇപ്പോൾ ക്യാമഫ്ലാജ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഒക്കെ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.